സോ ബിഗ് ബോസ് തമിഴ് സീസൺ 8 അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം. അപ്പം ഈ ഒരു 10ാമത്തെ ആഴ്ചയിലെ അവസാനമായി വീക്ക്ലി ടാസ്കും കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഫാക്ടറി ടാസ്ക് ആസ് യൂഷ്വൽ ഈ ഒരു ടാസ്ക് നമ്മുടെ കണ്ടസ്റ്റന്റ് കുളമാക്കി എന്ന് നിങ്ങൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഈ ഒരു ടാസ്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നോമിനേഷൻ ഫ്രീ പാസ്, അതുപോലെ തന്നെ ഡയറക്റ്റ് നോമിനേഷൻ, ലേബേഴ്സിന്റെ സൈഡിൽ നിന്ന് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യും അടുത്ത ആഴ്ചയിലേക്ക്. അതുപോലെ തന്നെ മാനേജേഴ്സിന്റെ സൈഡിൽ നിന്ന് ഒരാൾക്ക് നോമിനേഷൻ ഫ്രീ പാസും കിട്ടാൻ പോവുകയാണ്. അത് ആർക്കാണ്? അപ്പൊ ഇന്നലെ തന്നെ ആ ഒരു ടാസ്ക് കഴിഞ്ഞപ്പോൾ തന്നെ വീടിനുള്ളിൽ അതിന്റെ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. മുത്തുകുമാർ മഞ്ചരി ഒരു ഗ്രൂപ്പിസം ഉണ്ടാക്കി പലരെയും ബ്രെയിൻ വാഷ് ചെയ്ത് എങ്ങനെയെങ്കിലും അത് മഞ്ചരിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കാരണം മുത്തുകുമാർ ഓൾറെഡി മാനേജേഴ്സ് ടീമിൽ നിന്ന് ലേബേഴ്സ് ടീമിലേക്ക് എത്തിക്കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ജാക്കലിൻ മാനേജേഴ്സ് ടീമിൽ ഉണ്ടായിരുന്നതാണ് എങ്ങനെയെങ്കിലും തട്ടിയെടുക്കണമെന്ന്, നോമിനേഷൻ ഫ്രീ പാസ് എടുക്കണമെന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ അവസാന നിമിഷം ഒരു പണിഷ്മെന്റ് കിട്ടി, ആ ടീമിൽ നിന്ന് പുറത്തായി. എന്നാൽ ഇപ്പോൾ നോമിനേഷൻ ഫ്രീ പാസ് ലഭിക്കുന്നതിനായിട്ട് മാനേജേഴ്സ് ടീമിലുള്ളതെന്ന് പറയുമ്പോൾ അരുണുണ്ട്, സത്യമുണ്ട്, അതുപോലെ തന്നെ പവിത്രയുണ്ട് നമ്മുടെ ലേബേഴ്സ് ടീമിൽ നിന്ന് വന്നത്. അത് പിന്നീട് ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ജെഫ്രി ഉണ്ട്, പിന്നെ തർഷിക, അതുപോലെ തന്നെ മഞ്ചരി എന്നിവരൊക്കെയാണ് ഈ ഒരു ടീമിൽ നിലവിൽ മാനേജേഴ്സ് ആയിട്ടുള്ളത്. അപ്പം ഇതിനകത്ത് മുത്തുകുമാർ, അതുപോലെ തന്നെ ജാക്കലിൻ, അങ്ങനെ ഓരോ കണ്ട സൗന്ദര്യമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇതിനകത്ത് ഒരു പാർഷ്യാലിറ്റിയും, അതുപോലെ തന്നെ ദീപക് മറന്നുപോയി പറയാൻ, ദീപക്കും കൂടെ ഈ ഒരു മാനേജേഴ്സ് ടീമിലുണ്ട്. അപ്പൊ ഇവർക്ക് ആർക്കെങ്കിലും പോകാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. ഒരു ഗ്രൂപ്പിസം നിർത്തി, അല്ലെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് ഹൈറാർക്കി നിൽക്കുന്ന കുറച്ച് കണ്ടസ്റ്റൻസ് എന്ന നിലയിൽ ഇവരിൽ ഒരാളെങ്കിലും തട്ടിയെടുക്കാൻ, അതുപോലെ തന്നെ മഞ്ചരി എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ ബ്രെയിൻ വാഷ് ചെയ്ത് എങ്ങനെയെങ്കിലും തന്നിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ ഇവരൊക്കെ ഈ ഒരു എന്താ പറയുന്നത്, ഒരു ബിഗ് ബോസിന്റെ ടെസ്റ്റ് എന്ന രീതിയിൽ ഇവരൊക്കെ പുറത്തേക്ക് പോകുന്നത് വഴി ഇവരിലേക്ക് വരാനുള്ള സാധ്യതകൾ കുറഞ്ഞു കിട്ടി. അതുപോലെ തന്നെ അരുണ സത്യയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പം ഇതുവരെയും അവര് മെജോറിറ്റി എന്ന് പറഞ്ഞ് കാര്യങ്ങൾ തട്ടിയെടുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇനി അത് നടക്കത്തില്ല, മെജോറിറ്റി നമ്മുടെ സൈഡിലാണെന്ന് ജെഫ്രിയോട് പറയുന്നുണ്ട്. അരുൺ ഇത് വേണമെന്ന് താല്പര്യമില്ലെന്ന് പറയുന്നു, ജെഫ്രിക്ക് കൊടുക്കാനാണ് താല്പര്യം എന്ന് പറയുന്നു. അതുപോലെ തന്നെ സത്യ ജെഫ്രിക്ക് കൊടുക്കാനാണെന്ന് പറയുന്നു. ജെഫ്രി അങ്ങനെ 3 പേര് അവിടെ ഓൾറെഡി നിന്നു. അപ്പോൾ ഒരാൾ കൂടെ അവരുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് എടുക്കാം. ഇനി സെൽഫ് നോമിനേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ പോലും ജെഫ്രിക്ക് അത് കിട്ടുമെന്ന് ഇന്നലെ തന്നെ നമുക്കെല്ലാവർക്കും വ്യക്തമായ കാര്യമാണ്. അത് തന്നെയാണ് നടന്നിരിക്കുന്നതും. നോമിനേഷൻ ഫ്രീ പാസ് മാനേജേഴ്സ് ടീമിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് ജെഫ്രിക്കാണ്. അത് ഡിസേർവ്ഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസേർവ്ഡ് അല്ല. ഈ ഒരു ആഴ്ചയിൽ വീക്ക്ലി ടാസ്കിൽ മാനേജറായിട്ട് ജെഫ്രി പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. എന്നാൽ മറ്റുള്ളവരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ളവരും പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. മാനേജേഴ്സ് ആയിട്ട് നിന്നവരാരും ഈ ഒരു ഫാക്ടറി ടാസ്കിൽ മികച്ചത് എന്ന് പറയാൻ ഒന്നും ചെയ്തിട്ടില്ല. ടോട്ടൽ വേസ്റ്റ് എന്ന് തന്നെ പറയാം. ഈ ഒരു ടാസ്ക് ഒരു പരിധി വരെയെങ്കിലും തൂക്കിയത് എന്ന് പറയുന്നത് നമ്മുടെ ലേബേഴ്സ് ആണ്. അപ്പം ആർക്ക് പോയാലും എന്നെ സംബന്ധിച്ച് പേഴ്സണലി കുഴപ്പമില്ല. പിന്നെ ഫാൻസും അതുപോലെ തന്നെ എന്തൊക്കെയോ ചെയ്തു എന്ന് പറയുന്ന കുറച്ച് മുൻപന്തിയിൽ നിൽക്കുന്ന കണ്ടസ്റ്റൻസിനെ സംബന്ധിച്ച് ദീപക്, മഞ്ചരി, തർഷിക ഇവരൊക്കെ ആദ്യം മുതൽ അതിനകത്തുണ്ടായിരുന്നു, അവർക്ക് കൊടുത്തുകൂടെ എന്നൊക്കെ ചോദിക്കാം. ബട്ട് അവരും പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഗ്രൂപ്പിസം കൂടി അവരങ്ങനെ അവിടെ നിൽക്കുന്നു എന്നതല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. അപ്പം ആർക്ക് വേണേലും കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല. ജെഫ്രി തൂക്കട്ടെ, അത്ര തന്നെ. അതുപോലെ തന്നെ ഈ ഒരു അടുത്ത വരുന്ന ആഴ്ചയിലേക്ക് ഡയറക്റ്റ് നോമിനേഷനിൽ വന്നിരിക്കുന്നത് റാണവാണ്. ആസ് യൂഷ്വൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ടീമിൽ നിന്നുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പൊ എത്രയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും റാണവാണ് അതിനകത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആരും പറയുന്നതും കേൾക്കാതെ ഒന്ന് മാറി നിന്നത്. അതുകൊണ്ട് തന്നെ റാണവിലേക്ക് അത് വരുമെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാമായിരുന്നു. സോ റാണവാണ് അടുത്ത ഒരാഴ്ചയിലെ ഡയറക്റ്റ് നോമിനേഷൻ ലേബേഴ്സ് ടീമിൽ നിന്ന് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നോമിനേഷൻ ഫ്രീ പാസ് കിട്ടിയിരിക്കുന്നത് ജെഫ്രിക്കാണ്. സോ ഇനി നമുക്ക് ഈ ഒരാഴ്ച ആരൊക്കെയാകും പുറത്തേക്ക് പോകുന്നത്, എവിഷനിൽ ആരൊക്കെയാണ് ഹോട്ട് സീറ്റിൽ ഇരിക്കുന്നത് എന്നൊക്കെ കാണിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.